ചേട്ടനെ കൊണ്ടേ 2 കരിക്ക് വെട്ടിച്ചു. ഇതുകൊണ്ടൊരു സാധനം ഉണ്ടാക്കാം വാ. ആദ്യം തന്നെ ദേ കരിക്കില്ലേ, കാമ്പും വെള്ളവും കൂടെ തന്നെ ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. കരിക്ക് നമ്മൾ ഇതാ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതാ അതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചേക്കുന്നത്, അതൊന്ന് ഇട്ട് കൊടുക്കാവേ. പിന്നെ എന്നാ നമ്മൾ ചെയ്യുന്നറിയോ, 2-3 ഏലക്ക ഇല്ലേ, അതൊന്ന് തൊലി പൊളിച്ചിട്ട് ഒന്ന് ഇടാവേ. വെച്ചിരിക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മാമ്പഴമാണ് കേട്ടോ, അത് അങ്ങോട്ട് ഇടാവേ. കുറച്ച് ഏത്തപ്പഴം, പാകത്തിന് ഉപ്പ്, ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് കറക്കി എടുത്തോണ്ട് വരാവേ. കുറച്ച് നെയ്യ് ഇട്ട്, മുന്തിരി ഇട്ടു, കാഷ്യൂ ഇട്ടു, ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മാങ്ങാപ്പഴം ഇല്ലേ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാവേ. വെറുതെ കിടക്കട്ടെ അല്ലേ, കുഴഞ്ഞു പോകണ്ട. അതിന് മുമ്പേ നമ്മുടെ തേങ്ങാപ്പീര, കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുത്തു. കുറച്ച് ശർക്കര പാനിയെ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല. ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇച്ചിരി നെയ്യൊന്ന് തടവി കൊടുക്കുക. ഒരു ഏലാഞ്ചി അത് കഴിച്ചു നോക്കാം, നോക്കിയേ. കഴിക്കാത്തവരും കഴിച്ചു പോകും കേട്ടോ, ആ കരിക്കിൻ്റെ ടേസ്റ്റും. കരിക്കില്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുത്തോ, പഴത്തിൻ്റെ മാങ്ങയുടെയും. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കുമേ. ബൈ.